മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതൊക്കെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പോൾ സാധാരണ ഒരുവിധം റിസ്ക് കുറവുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ പബ്ലിക് മേഖലയിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് റിസ്ക് കുറവാണ്, എന്നാൽ പ്രോഫിറ്റ് കൂടുതലുമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കിടിലം മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്കോ ഇന്ത്യ PSU ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇതൊരു സെക്ടറൽ തിമാറ്റിക് ഇക്വിറ്റി ഫണ്ടാണ്. ഇത് കഴിഞ്ഞ 3 വർഷത്തിൽ 41% റിട്ടേൺ കൊടുത്തത്. വളരെ മികച്ച ഒരു റിട്ടേൺ കഴിഞ്ഞ 3 വർഷത്തിൽ കൊടുത്തത്. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിലും 30% റിട്ടേൺ കൊടുത്തു. ഇത് ഓൾ ടൈം, അതായത് ഈ മ്യൂച്വൽ ഫണ്ട് വരുന്നത് 2013 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2013 മുതൽ 2025 വരെയുള്ള വർഷത്തിൽ ആവറേജ്, അന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 17% റിട്ടേൺ. അപ്പോൾ ഒരു ബാങ്കിലൊക്കെ FD ഇടുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മുകളിലാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷം വളരെ മികച്ച റിട്ടേൺ കൊടുത്തു. ഇവിടെ ഇതിനൊരു നെഗറ്റീവ് വശമുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിൽ -3% റിട്ടേൺ ആണ് കാണിച്ചത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുൻപേ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നമുക്ക് ഈ സമയത്തും നമുക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇനിയുള്ള കാലത്ത് ഇനി അങ്ങോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ വന്ന് താഴെ ഒരു ഇടിവ് വന്നതിന് ശേഷം മുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ 9% ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 മാസം മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 17% റിട്ടേൺ. അപ്പോൾ നമ്മൾ 1,00,000 രൂപ കഴിഞ്ഞ 3 മാസം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്കിപ്പോൾ ഒരു 17,000 രൂപ കൂടുതൽ അധികമായിട്ട് നമുക്ക് പ്രോഫിറ്റോടെ ബുക്ക് ചെയ്യാമായിരുന്നു. അത്രയധികം പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ NAV വരുന്നത് 77 രൂപയാണ്. അപ്പോൾ NAV എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, നെറ്റ് അസറ്റ് വാല്യൂ. അതായത് നമ്മൾ ഈ സ്റ്റോക്ക് എന്നല്ല, ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങുന്നതിനുള്ള വിലയാണ് 77 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 77 NAV എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. അപ്പോൾ നമ്മളൊരു 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ 77 രൂപയുടെ 12 13 യൂണിറ്റ് അല്ലെങ്കിൽ 15 യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ 77 എന്ന് പറയുന്നത് 78 80 90 ആവുന്നതനുസരിച്ച് നമ്മുടെ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ഒരു സ്റ്റോക്കാണ്, മ്യൂച്വൽ ഫണ്ടാണ്. NAV വളരെ കുറഞ്ഞൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഇതിൻ്റെ മിനിമം SIP, നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ മിനിമം SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് 500 രൂപ മുതൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനും പറ്റും. അപ്പോൾ നമുക്കിതിനൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു മന്ത്ലി 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അങ്ങനെ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ലക്ഷം രൂപയായിരിക്കും. 100 1000 14 ലക്ഷം, 3,60,000 രൂപയായിരിക്കും. ഇത് ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 7,21,489 രൂപയായിട്ട് നമുക്ക് 3 വർഷം കഴിയുമ്പോൾ പിൻവലിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3,61,000 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇരട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് 3 വർഷം കഴിയുമ്പോൾ. ഇത് 41% റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. നമ്മളിത് 5 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, വർഷം കൂടുന്തോറും മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രോഫിറ്റ് കൂടും. നമുക്ക് 6 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, SIP ആണ്, 8 ലക്ഷത്തോളം രൂപയായിട്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടും. ഇനി നമ്മൾ ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ കുറേ അധികം എമൗണ്ട് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു 5 ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുതുക. ആ 5 ലക്ഷം രൂപ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ സാധ്യതയാണ് പറയുന്നത് 30% റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ ഇട്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ, ടോട്ടൽ നമുക്ക് 14 ലക്ഷത്തോളം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് 19%. ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത്ര എമൗണ്ടൊക്കെ കിട്ടുമെന്ന്. കഴിഞ്ഞ 3 വർഷം മുൻപ് ഈ 1 ലക്ഷം രൂപ ഇട്ടവർക്ക് 5 ലക്ഷം രൂപ ഇട്ടവർക്ക് 19 ലക്ഷം രൂപയായിട്ട് ആയിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അവരിപ്പോൾ പിൻവലിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പാരിറ്റീവ് കോണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായിട്ടാണ് നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു മ്യൂച്വൽ ഫണ്ടാണ് കഴിഞ്ഞ 3 വർഷത്തിൽ 27% റിട്ടേൺ കൊടുത്തത്. അപ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടുമായിട്ടൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ ഇത് വളരെ മികച്ചൊരു മ്യൂച്വൽ ഫണ്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ
ഈ മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചിട്ട് 12 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 2013 ആണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ അണ്ടർ അസറ്റ് മാനേജ്മെൻറ്റ് 1394 കോടി രൂപയാണ്. വളരെ ചെറിയൊരു മ്യൂച്വൽ ഫണ്ടാണ്. ലോക്കിംഗ് പീരീഡ് ഒന്നുമില്ല. ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഫണ്ട് പിൻവലിക്കാം. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമുക്കതിനൊരു പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഞാൻ പറഞ്ഞുതരാം. എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതായിട്ട് വരും. 1% എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. 1 യൂണിറ്റ്, അതായത് 1 യൂണിറ്റ് ആ റെഡീംഡ് സ്വിച്ച്ഡ് ഓഫ് 1 ഇയർ, 1 വർഷത്തിന് മുമ്പ് അലോട്ട്മെൻറ്റ് 10% അലോട്ട്മെൻറ്റ് റെഡീം സ്വിച്ച്ഡ് ഓഫ് റിഡംഷൻ 10% യൂണിറ്റ് അലോഡ് -1% ആഫ്റ്റർ 1 ഇയർ അലോട്ട്മെൻറ്റ് നോട്ട് എക്സിറ്റ് ലോഡ് ഈസ് പേയബിൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേണിൻ്റെ 1% നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ 1 വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട യാതൊരു ഇതുമായിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡുകളൊന്നുമില്ല, ചാർജുകളൊന്നും കൊടുക്കേണ്ടി വരില്ല. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ചാർജുകളും കൊടുക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. എക്സ്പെൻസ് റേഷ്യോ ഈ മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ 0.94% ആണ് GST ഉൾപ്പെടെ നമുക്കൊരു എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പൈസ പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ 20% ടാക്സ് ആയിട്ട് കൊടുക്കണം. 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നോർമലി എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഉള്ളതുപോലെ തന്നെ 12.5% ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട്, ഈ ഇൻവെസ്കോ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കമ്പനിയാണ്. അവർക്ക് വേറെ അധികം ഒരുപാട് ഇൻവെസ്കോ സ്മാൾ ക്യാപ് ഫണ്ടുണ്ട്, ഇൻവെസ്കോ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ മറ്റൊരു ഫണ്ടുണ്ട്, കുറേയധികം ഫണ്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് തീരെ മോശമായിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണെന്നൊന്നും കരുതണ്ട. ഇത് വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്പനിയാണ്, അത് മ്യൂച്വൽ ഫണ്ടാണ്. പക്ഷേ ഇത് റേറ്റിംഗ് ഒന്നും ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ റേറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ലാത്തതിൻ്റെ കാര്യം അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നതും ആ ഒരു വളരെ മികച്ച രീതിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കതിനെ വിശകലനം ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും കൂടുതൽ ഇക്വിറ്റിയിലാണ് 97%, 2.5% മാത്രമാണ് ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ മേഖലകളിൽ ആണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എനർജി യൂട്ടിലിറ്റി മേഖലയിൽ ഉള്ള കമ്പനികളിൽ 44%, ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള പൊതുമേഖലാ കമ്പനികളിൽ 29.7%, ഫിനാൻഷ്യൽ മേഖലയിലുള്ള ബാങ്കുകൾ, അതായത് SBI പോലുള്ള ബാങ്കുകളിൽ 21%, മെറ്റീരിയൽസ് എന്ന് പറയുന്നതിൽ 4.5%മാണ് വരുന്നത്. ഇവിടെ PE റേഷ്യോ ഉണ്ട് 15%. 30 താഴെയുള്ള ഒരു PE റേഷ്യോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മികച്ചതാണ്. PB റേഷ്യോ ആണെങ്കിൽ 1നും 3നും ഇടയിൽ വരുന്ന ഒരു റേഷ്യോ ആണെങ്കിലും വളരെ മികച്ചതാണ്. അപ്പോൾ ഇതും രണ്ടും നമുക്ക് വളരെയധികം വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് സാധാരണക്കാർക്ക് പരിഗണിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ ഇത് ഏതൊക്കെ മേഖലകളിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? പൊതുമേഖലാ കമ്പനികളാണെന്ന് ഞാൻ പറഞ്ഞു. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ പൊതുമേഖലാ കമ്പനി, ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യലാണ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എനർജി മേഖല, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC, പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, NHPC എനർജി, ഗെയിൽ പോലുള്ള ഇനിയും ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൽ ഏറ്റവും ഭാരത് ഇലക്ട്രോണിക്സിലാണ് 8%, സ്റ്റേറ്റ് ബാങ്കിൽ 7%, ഭാരത് പെട്രോളിയത്തിൽ 7%. അപ്പോൾ ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്. അപ്പോൾ ആ കമ്പനികൾ എത്രത്തോളം വളരുന്നുവോ അത്രയും, അല്ലെങ്കിൽ അവരുടെ ഷെയറുകൾ എത്രത്തോളം വില കൂടുന്നു അത്രയധികം നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ ലംസമായിട്ട് നമുക്ക് ഒരു കുറച്ച് പൈസ ഇടാനുള്ളൂ, പിന്നെ ഒന്നും പൈസ ഇടാനില്ലെങ്കിൽ നമുക്ക് ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപ ഇട്ടുകൊണ്ട് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഈ മ്യൂച്വൽ ഫണ്ട് അതേ കാറ്റഗറിയിലുള്ള അതേ തിമാറ്റിക്കായിട്ട് വരുന്ന ആ കാറ്റഗറിയിലുള്ള മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ഒരു കമ്പാരിറ്റീവ് നോക്കി കഴിയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 5% നെഗറ്റീവായിരുന്നു ആ മേഖലയിലുള്ള പൊതുമേഖലാ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ റിട്ടേൺ കൊടുത്തത്, മൈനസ് ആയിരുന്നു. ആ സമയത്ത് ഇവിടെ -3 വന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ മികച്ചത് തന്നെയാണ് ഈ ഫണ്ട്. കഴിഞ്ഞ 3 വർഷത്തിൽ ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, പൊതുമേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ 39% കൊടുത്തപ്പോൾ ഇത് 41% കൊടുത്തു. വളരെ മികച്ചതാണ്. പക്ഷേ 5 വർഷത്തെ നോക്കുമ്പോൾ 32 ആയിരുന്നു, ഇവിടെ 30%, 2% വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഓൾ ടൈമിൽ 17ആണ്, ബാക്കിയുള്ളതിനൊന്നും കൊടുത്തിട്ടില്ല. റാങ്ക് കാറ്റഗറി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 3ാമത്തെ റാങ്കായിരുന്നു, കഴിഞ്ഞ 3 വർഷത്തിൽ 1ാമത്തെ റാങ്ക്, 5 വർഷത്തിൽ 3ാമത്തെ റാങ്ക്. അപ്പോൾ ആവറേജ് ഒരു 2 റാങ്കിങ് പറയാം ഈ മേഖലയിലുള്ള ആ പൊതുമേഖലാ മേഖലയിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക്
ആവറേജ് 2ാം സ്ഥാനം തന്നെ ഇതിനുണ്ട്. അബ്സല്യൂട്ട്ലി റിട്ടേൺ. കഴിഞ്ഞ 3 വർഷം ഇൻവെസ്റ്റ് ചെയ്ത 182% ഇത് റിട്ടേൺ കൊടുത്തത്. അപ്പോൾ വളരെ മികച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് മുതൽ 45 വയസ്സ് പ്രായത്തിനിടയിലുള്ള ഏതൊരാൾക്കും ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം പക്ഷേ നമ്മൾ പഠനങ്ങൾ നടത്തണം. തീർച്ചയായിട്ടും പഠനങ്ങൾ നടത്തുക. നിങ്ങളുടെ സാമ്പത്തികം ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുക. വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന തിമാറ്റിക് ഇക്വിറ്റി ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ വായിച്ച് നോക്കുക. നമുക്ക് റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ, അതായത് ഈ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ കമ്പനികളിലാണ് ഈ കമ്പനികൾ നഷ്ടത്തിലാവുകയാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നഷ്ടത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. ആ ഒരു റിസ്ക് നമുക്ക് താങ്ങാൻ കഴിയുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോർട്ട്ഫോളിയോ ഇപ്പോൾ പബ്ലിക് സർവീസ് സ്ഥാപനങ്ങളുടെ ഒരു കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏണിങ്സ് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ പരിഗണിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒരു പബ്ലിക് സർവീസ് മേഖലയിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണ് കൊള്ളാമെന്നുള്ളതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇൻവെസ്റ്റ്കോ ഇന്ത്യ PSU ഇക്വിറ്റി ഫണ്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.